ഹിമാചൽ പ്രദേശിൽ അധികാരത്തിലുള്ളത് കോൺഗ്രസ് ആണ്. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. നമുക്കറിയാം, സുപ്രധാനമായ ഒരു നിയമം ഹിമാചൽ പ്രദേശിൽ സർക്കാർ പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് കൂറുമാറുന്ന MLA-മാർക്ക് ഇനി മുതൽ പെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല. MLA പെൻഷൻ പൂർണ്ണമായും റദ്ദാക്കും. സുപ്രധാന വിധിയെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തിരിക്കുകയാണ് അവിടുത്തെ നിയമസഭയിലെ നിയമസഭാ സാമാജികർ എന്ന് തന്നെയാണ് സുഖ്വീന്ദർ സിംഗ് സുഖു പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ചതിക്കുന്നവർക്ക് കൃത്യമായ മറുപടി കാലം കൊടുക്കും. ഇത് സുപ്രധാനമായ നീക്കമാണ്. ഹിമാചലിലെ ജനത ആഗ്രഹിച്ചിരുന്നതാണ്. ഒളിഞ്ഞു തെളിഞ്ഞും കൂട്ടുകച്ചവടം നടത്തുന്നവർക്ക് കിട്ടുന്ന പണിയായിരിക്കും ഇത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു രീതിയിലും ഇനി കുതിര കച്ചവടം അനുവദിക്കില്ല. മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയിൽ എല്ലാ രീതിയിലും നേട്ടങ്ങൾ നെയ്തെടുത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് നിയമസഭാ സാമാജികൻ ആവുകയും അതിനുശേഷം പിന്നീട് ഒരു ഉളുപ്പുമില്ലാതെ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുകയും ചെയ്യുന്ന രീതിയാണ്. നമുക്കറിയാം, കോൺഗ്രസ്സിലെ നിരവധിയായ നിയമസഭാ സാമാജികർ ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ്. ഇത് കൃത്യമായി കണ്ടുകൊണ്ട് തന്നെ കർണാടകയിലും സർക്കാർ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങുന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. തീർച്ചയായും ദേശീയ നേതൃത്വം, AICC നേതൃത്വം സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ അഭിനന്ദിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു സുപ്രധാന വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം എടുത്ത ധീരോദാത്തമായ തീരുമാനത്തെ AICCയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ അംഗീകരിച്ചിരിക്കുന്നു. ഇതുപോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് എല്ലാ രീതിയിലും നിയമസംരക്ഷണത്തിനും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറിനും ആവശ്യമാണ് എന്നാണ് മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നതിന് ഖ്യാതി നേടിയ സംസ്ഥാനം തന്നെയാണ് ഹിമാചൽ പ്രദേശ്. അവിടെ കോൺഗ്രസ് അംഗങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു നിർണായകമായ വിധി അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം തന്നെയാണ്. ഇത്തരത്തിലുള്ള വിശ്വാസവഞ്ചന കാണിക്കുന്നതിലൂടെ ജനങ്ങളെ, അതായത് ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെയാണ് വിഡ്ഢികളാക്കുന്നത്, അവരെയാണ് കഴുതകളാക്കുന്നത്. അതൊരിക്കലും അനുവദനീയമല്ല. രാജ്നീതി എന്ന് ഹിന്ദിയിൽ പറയുന്ന അഥവാ രാഷ്ട്രീയത്തിൽ ഒരു രീതിയിലും ഇത്തരത്തിലുള്ള നെറുകേട് അനുവദനീയമല്ല. ഒരുപക്ഷെ നിങ്ങൾക്കൊരു പാർട്ടിയിൽ തുടരാൻ ആഗ്രഹമില്ലെങ്കിൽ രാജിവെച്ച് അന്തസ്സ് കാണിക്കേണ്ടതായി ഉണ്ട്. എന്നിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയി മത്സരിക്കുക എന്നുള്ള രീതിയാണ്. അത്തരത്തിൽ പ്രവണത തുടരാൻ താല്പര്യമില്ലാത്തവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അവർക്ക് ശിഷ്ടകാല MLA പെൻഷൻ വാങ്ങിച്ച് ജീവിക്കാമെന്ന് കരുതണ്ട എന്നുള്ള ഒരു കർശന ഉപാധിയുമായാണ് സുഖ്വീന്ദർ സിംഗ് സുഖു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ട്രബിൾ ഷൂട്ടർ എന്ന് വിളിക്കുന്ന BJPയുടെ നേതാവുണ്ട്, ഹിമന്ത ബിശ്വ ശർമ്മ. പലയിടത്തും നിയമസഭാ സാമാജികരെ വിലയ്ക്ക് വാങ്ങാൻ അദ്ദേഹം ചാക്കിട്ട് ഇറങ്ങാറുണ്ട് എന്നാണ് പ്രതിപക്ഷം എപ്പോഴും പറയുന്നത്. ഈ ഒരു വിധി അത് കൃത്യമായും ചിലയിടത്ത് കൊള്ളേണ്ടടുത്ത്, അതായത് കൃത്യമായി തന്നെ പറഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു സന്ദേശമാണ് സുഖ്വീന്ദർ സിംഗ് സുഖു നൽകിയിരിക്കുന്നത്.